കണ്ണൂര് വളക്കയിൽ സ്കൂൾ ബസ് അപകടത്തിൽ 5ാം ക്ലാസ്സുകാരി മരിച്ച സംഭവത്തിൽ ബസ് ഡ്രൈവർ നിസാമുദ്ദീനെതിരെ കേസെടുത്തു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് കേസെടുത്തത്. അശ്രദ്ധമായി വാഹനം ഓടിച്ചു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. ഇയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. നിസാമുദ്ദീന്റെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബ്രേക്കിംഗ് തകരാറുണ്ടെന്ന നിസാമുദ്ദീന്റെ വാദം MVD തള്ളി. ഫെലിക്സ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ഫെലിക്സ്, ആ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ എങ്ങനെയാണ് ഒരു സ്കൂൾ ബസ് സ്വാഭാവികമായും പതുക്കെ മാത്രം ശ്രദ്ധയോടുകൂടി ഓടിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടുന്നത്, ഇങ്ങനെ വട്ടം കറങ്ങി വീഴുന്നത് എന്നുള്ളത്? ഡ്രൈവർ ഉന്നയിച്ച ആദ്യ ആരോപണം തന്നെ തള്ളുകയാണ് MVD. തീർച്ചയായിട്ടും ഡ്രൈവറിന്റെ വാദങ്ങൾ പൂർണ്ണമായും തള്ളിക്കൊണ്ട് പ്രാഥമിക ഘട്ടത്തിൽ MVD വ്യക്തമാക്കുന്നത് ഇത് ഡ്രൈവറുടെ അശ്രദ്ധ എന്നതാണ്. കാരണം ഡ്രൈവർ പറഞ്ഞത് ഈ ബ്രേക്കിന് ചില തകരാറുകൾ സംഭവിച്ചു എന്നതാണ്. പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ മോട്ടോർ വാഹന വകുപ്പ് വാഹനം പരിശോധിച്ചപ്പോൾ അങ്ങനെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ പ്രാഥമിക നിഗമനം ഡ്രൈവറുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചു എന്നതാണ്. മാത്രമല്ല ഡ്രൈവർ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതായുള്ള സംശയമുണ്ട്. കാരണം 4:03 അപകടം നടക്കുന്നു. അതേ സമയത്താണ് ഡ്രൈവർ വാട്സപ്പിൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ആവുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഡ്രൈവറുടെ മൊബൈൽ ഫോൺ അടക്കം പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്, കസ്റ്റഡിയിലുണ്ട്. അക്കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും നിഗമനം ഡ്രൈവറുടെ ഭാഗത്തുനിന്നും സംഭവിച്ച ഒരു വീഴ്ച എന്നതാണ്. ഏതായാലും 5ാം ക്ലാസ്സുകാരിക്കാണ് ജീവൻ നഷ്ടമായത്. നേതിയുടെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം മൃതദേഹം ഈ കുറുമാത്തൂരിലെ ചിന്മയ വിദ്യാലയത്തിലേക്ക് കൊണ്ടുവരും. അവിടെയായിരിക്കും പൊതുദർശന ചടങ്ങുകളടക്കം നടക്കുക. അതിനുശേഷം ഈ പറയുന്ന സ്കൂളിൽ നിന്നും ഏതാണ്ട് 2 കിലോമീറ്റർ മാത്രം അകലെയാണ് നേതിയുടെ വീട്. ആ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. അതിനുശേഷം ഏതാണ്ട് 12:30 സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് ഇപ്പോഴത്തെ തീരുമാനം. ശരി, അശ്രദ്ധമായി വാഹനം ഓടിച്ചതിന്, ജാഗ്രതയില്ലാതെ വാഹനം ഓടിച്ചതിനാണ് എഫ്ഐആർ. 11 വയസ്സുള്ളൊരു കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അവസാനം.